ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ഓഫ് ജോ. അപ്പോൾ ഇന്നത്തെ യാത്ര ദുബായ് മാളിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. ദുബായ് ബിസിനസ് സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന MR പ്രോപ്പർട്ടീസ് എന്ന കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണ് ഈ ദുബായ് മാൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 2004 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം $20 ബില്യൺ വരെ ഇതിൻ്റെ നിർമ്മാണത്തിനായി ചിലവഴിച്ചിട്ടുണ്ട്. ഈ മാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മാൾ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ 1000-ഓളം വരുന്ന പ്രമുഖ ബ്രാൻഡുകൾ ഉൾപ്പെടുന്ന റീറ്റെയിൽ ഷോപ്പുകൾ ആ സമയം തന്നെ ഓപ്പൺ ആക്കുകയുണ്ടായി. ദുബായ് മാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അക്വേറിയവും അണ്ടർ വാട്ടർ സോവും. ഏകദേശം 300-ലധികം സ്പീഷീസുകൾ ഈ അക്വേറിയത്തിലുണ്ട്. കൂടാതെ ഏകദേശം 10 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ് ഈ അക്വേറിയത്തിൽ നിറച്ചിരിക്കുന്നത്. 48 മീറ്റർ നീളമുള്ള ഒരു ടണലും മീനുകൾക്ക് ഫീഡ് ചെയ്യാൻ മറ്റുമുള്ള ഒരു സ്പെഷ്യൽ കേജും ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ മാൾ എന്നാണ് ദുബായ് മാളിനെ അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാന റീസൺ എന്നത് അവിടെ വിസിറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണമാണ്. കാരണം ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ മില്യൺസ് ഓഫ് ആളുകളാണ് ദുബായ് മാൾ കാണാനായി എത്തിച്ചേരുന്നത്. ദുബായ് അക്വേറിയം മാത്രമല്ല, മ്യൂസിക്കൽ ഫൗണ്ടനും, ബോട്ടിംഗ് ഇൻ ഫൗണ്ടൻ ഏരിയ, ലേസർ ഷോ, ദുബായ് ഡൈനോ, ഹ്യൂമൻ വാട്ടർഫോൾസ്, ഐസ് ഡ്രിങ്ക്, കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഫൺ ഏരിയ എന്നിങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഈ മാളിൽ കാണാനും അനുഭവിക്കാനും സാധിക്കും. ഇനി ചെന്നെത്തുന്നത് ദുബായ് ഫൗണ്ടെയിൻ കാണാനാണ്. റമദാൻ പ്രമാണിച്ച് എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും വാട്ടർ ഡാൻസ് തുടങ്ങി. ദിവസവും 6 മണി മുതൽ 11 മണി വരെ അരമണിക്കൂർ ഇടവിട്ടാണ് വാട്ടർ ഡാൻസ് നടത്തുന്നത്. ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക് ആൻഡ് വെസ്റ്റേൺ എന്നിങ്ങനെയുള്ള സോങ്സുകളെല്ലാം ഇടകലർത്തിയാണ് വാട്ടർ ഡാൻസ് നടത്തുന്നത്. ഏകദേശം 500 അടി വരെ ഉയരത്തിൽ വെള്ളം എത്തിച്ചേരുമെന്നാണ് പറയപ്പെടുന്നത്. to
വാട്ടർ ഡാൻസിന് ശേഷം കുറഞ്ഞ നിരക്കിൽ ബോട്ടിംഗ് സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ബോട്ടിംഗ് മാത്രമല്ല, ലേസർ ഷോയുമുണ്ട്. അങ്ങനെ ബോട്ടിങ്ങും ലേസർ ഷോയൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത വാട്ടർ ഡാൻസിനുള്ള സൈറം മുഴങ്ങി. ഇതാണ് ദുബായ് ഡൈനോ. അതായത് ഏകദേശം 150 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒറിജിനൽ ഡൈനോസറിൻ്റെ സ്കെൽറ്റനാണിത്. USA-യിൽ നിന്നും കണ്ടെടുത്ത ഈ സ്കെൽറ്റൻ സ്ലീപ്പിംഗ് പൊസിഷനിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഈ സ്കെൽറ്റൻ ഒരു ഡാമേജും കൂടാതെ ദുബായിലെത്തിക്കുകയായിരുന്നു. ഏകദേശം 5 ആനകളുടെ വെയിറ്റും 4 നില കെട്ടിടത്തിൻ്റെ പൊക്കവുമായിരുന്നു ഇതിൻ്റെ.
ഇനി ചെന്നെത്തുന്നതാണ് ഹ്യൂമൻ വാട്ടർഫോൾ. മോളിൻ്റെ ഫുൾ ഹൈറ്റിൽ കൂടി പോകുന്ന ഒരു ഡിഫറെൻ്റ് ആയൊരു കൺസെപ്റ്റാണത്. മാൻമെയ്ഡ് ആയിട്ടുള്ള വാട്ടർഫോൾ. കാണാനും ഫോട്ടോ എടുക്കാനും ഒത്തിരി ആളുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണത്. ട്രഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് മെഹന്തി ഇടാനും ഫോട്ടോ എടുക്കാനുമുള്ള സൗകര്യം ഈ മാളിൽ തന്നെയുണ്ട്. കൂടാതെ അറബ് സൂക്കുകളും ഇവിടെയുണ്ട്. ഏകദേശം 200-ലധികം കടകൾ ഈ അറബ് സൂക്കിൽ വരുന്നു. അങ്ങനെ മാളിലെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു തീർത്തു. ഇനി നേരെ പുറത്തേക്ക്. ദുബായ് മാളിൻ്റെ കാഴ്ചകൾ ഇത്തിരി നീണ്ടുപോയി. അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോയുമായി വരാം. അതുവരെയും ബായ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.